ഇവക്ക് ഇനി ഇന്നേ ഉള്ളൂ, പിന്നെ ഒരു 4 ദിവസം അവധിയാണ്. ടാറ്റ പറ. ഉച്ചക്ക് വരും, പിന്നെ അവൻ വരൂല. ആ ചലി കഴിച്ചേ തോ ദീപക്. കണ്ട ബാ അവിടെ കാണാം. പോയാ ദീപക്. ദീപക് ഇന്ന് വന്നു കഴിഞ്ഞാൽ ഇനി 4-5 ദിവസം അവധിയാണ് കേട്ടോ. ഇനി 29-ാം തീയതി കഴിഞ്ഞേ വരുള്ളൂ. മമ്മിയുടെ പാടാണ് പൊന്ന, ഇങ്ങനെ പാടാണ്. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇവിടെ വന്ന് ഇരിക്കുന്ന ദീപക്ക് പോകുന്ന കേട്ടോ. ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ദീപക്ക് 4-5 ദിവസമായിട്ട് അവധിയാണ്. ഇനി കണ്ടോ ടാറ്റ പറഞ്ഞു. ടാറ്റ കണ്ടോ എങ്ങനെ ടാറ്റ പറയുന്നു? ഒന്ന് കാണിച്ചു കൊടുത്ത പൊന്നെ. ടാറ്റ ദീപക്കിന് എങ്ങനെ ടാറ്റ കൊടുക്കുന്നത്? ഒന്ന് കാണിച്ച പൊന്നു, ഒന്ന് കാണിച്ചു കൊടുത്തേ പൊന്നു. എങ്ങനെയാന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. മമ്മതിയെ ചേച്ചിമാരെ ആൻറ്റിമാരെ അങ്കിൾമാരെയൊക്കെ ഒന്ന് കാണിക്കട്ടെ. എങ്ങനെ ടാറ്റ കണ്ടല്ലോ. അങ്കിൾമാരെ ആൻറ്റിമാരെ ചേട്ടന്മാരെ എല്ലാവരും കണ്ടല്ലോ. ദീപക്കിന് ടാറ്റ കൊടുക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ സ്കൂൾ പിള്ളേർക്കൊക്കെ ടാറ്റ കൊടുക്കണം. കണ്ടോ, സ്കൂൾ കുട്ടികൾക്ക് ടാറ്റ കൊടുക്കുന്നതും ഇങ്ങനെയാണ്. അപ്പോൾ സ്കൂബി ടാറ്റ പറയുന്നത് കണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് 38 പേര് കാണുകയും ചെയ്ത് 3 മെസ്സേജും വന്നു. ഞാൻ വായിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് എന്തോ പെട്ടെന്ന് ഞാൻ എൻ്റെ വീഡിയോ ഒന്ന് നോക്കാമെന്നും പറഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ കൈ തട്ടി ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ആ മെസ്സേജും പോയി. പിന്നെ ഞാൻ രണ്ടാമത് അപ്ലോഡ് ചെയ്ത്, ഒന്നാമത്തെ വൈഫൈ ഭയങ്കര സ്ലോയും. അപ്പോൾ രണ്ടാമത് അപ്ലോഡ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യമായിട്ട് ഇത് വീഡിയോ ഇട്ടപ്പോൾ, ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ 2-3 പേര് മെസ്സേജ് ചെയ്തായിരുന്നു. അതിൽ പാറക്കുട്ടി എന്നാണോ പാർവതിക്കുട്ടി എന്നാണോ എന്നറിയില്ല, രണ്ടിലേതോ ഒന്നാണ്. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പാറക്കുട്ടിന്ന് കിട്ടി കേട്ടോ. പാർവതിക്കുട്ടി എന്നാണോ എന്നാണ് ഇവിടെ. ചേച്ചിക്കും ചേട്ടനും നല്ലത് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഞാൻ വായിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയപ്പോൾ ആ മെസ്സേജും ആ ചാനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന വ്യക്തി കാണുന്നുണ്ടെങ്കിൽ രണ്ടാമത് എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. എന്നാലേ എനിക്ക് ആ ചാനൽ ഏതെന്ന് അറിയാൻ പറ്റൂടെ. ഞാൻ ഏതായാലും പിന്നെ എനിക്കത് ഓർമ്മയുണ്ട്, പാറക്കുട്ടിയാണോ പാർവതിക്കുട്ടിയാണോ എന്ന്. ഞാൻ സെർച്ച് ചെയ്ത് പാറക്കുട്ടി ഇത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ ചാനലിലേക്ക് വരാം, നിങ്ങളെ വന്ന് കണക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നും കൂടെ എൻ്റെ ഈ വീഡിയോ ഈ ചാനൽ ഉള്ള ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുക കേട്ടോ. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ക്ലിയർ ആയിട്ട് അത് പാർവതിക്കുട്ടി എന്നുള്ള ചാനലാണോ പാറുക്കുട്ടി എന്നുള്ള ചാനലാണോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നും കൂടെ മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഇവനെ മോളിപ്പോവാൻ നിൽക്കുന്ന പോവാ എടുക്കുന്ന പുറത്ത് സ്ട്രീറ്റ് പപ്പീസ് അതവൻ ശ്രദ്ധിക്കുന്നു. കണ്ടോ, കാളുമൊക്കെ ഒച്ച എടുക്കുന്നു. അതാണ് ഈ നോക്കുന്നത്. അവൻ ഇത് കണ്ടോ, സ്ട്രീറ്റ് പപ്പീസ് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നു. അവരുടെ ഭാഷയല്ലേ അവർക്കറിയാമല്ലോ. ഇങ്ങനെ നടക്കണം എൻ്റെ കൂടെ വെള്ളം ഒഴിക്കാൻ വന്നിട്ട്. ആരാണ് എൻ്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ? ഇപ്പോൾ രാവിലെയാണ്, ഇച്ചിരി കാറ്റുണ്ട്. വെയിൽ അങ്ങോട്ട് 5-6 മണിയായപ്പോഴേ ഉദിക്കാൻ ഭയങ്കര വെയിൽ തുടങ്ങി. ഞാനിപ്പോൾ ഇച്ചിരി കാറ്റുണ്ട്. ഒരു 9 മണിയാകുമ്പോൾ പൊരിഞ്ഞ് ചൂടായിരിക്കേ, കിടക്കാൻ പറ്റുന്നില്ല. നമ്മൾ AC കിടക്കുമ്പോൾ കൂടുതലും മൂക്ക് അടഞ്ഞു പോവും. പിന്നെയെന്ന് വെച്ചാൽ ദീപക്കും ഇന്നും കൂടെ വരുള്ളൂ. അത് കഴിഞ്ഞ് അവധിയായിട്ടോ 4-5 ദിവസം. എല്ലാ പ്രാവശ്യവും എപ്പോഴും അവധിയാണ്. അപ്പോൾ അത് കാരണം ഇരട്ടി പണിയായിരിക്കും. ചൂടത്ത് നല്ല പണിയായിരിക്കും, ഒന്നും പറയണ്ട. ഈ ഞായറാഴ്ച ഇവനെ എക്സ്റേക്കും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകണം. ഒരുപാട് പണിയായിരിക്കും. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പോൾ ഇന്നലെ വന്ന് മെസ്സേജ് ചെയ്ത ആദ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ മെസ്സേജ് ചെയ്തവർ ഒന്നും കൂടെ വന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ. പാറക്കുട്ടിയാണോ പാർവതിയാണോ? എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. ഞാൻ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ ഡിലീറ്റായി പോയപ്പോഴേ. ദേവുന്ന ചൂ ദേടാ ഇത് ഓഹോ, അവരെ നോക്കുന്നതാണ്. ബുള്ളറ്റിനെ ഓർമ്മ വന്നാണ്. ബുള്ളറ്റ് ഇല്ല, പാവം. ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടോ? കുറേ നാൾക്ക് അതിൻ്റെ അകത്തൊരു അപ്പൂപ്പൻ നിൽപ്പുണ്ടേ. ആരാ പൊന്നോ? ആരാണ്? മിണ്ടിയില്ലേ അപ്പൂപ്പൻ? മിണ്ടിയില്ലേ പൊന്നിനോട്? ബുള്ളറ്റല്ല പൊന്നോ, അത് ബുള്ളറ്റല്ല അത്. അപ്പൂപ്പൻ മിണ്ടിയില്ലേ? അവരൊന്നും അധികം മിണ്ടാത്തവർ അപ്പൂപ്പന്മാരല്ലേ.
മോന് ബുള്ളറ്റിനെ വിളിച്ച് നോക്കുന്നു അവിടെ എന്താണ് ബുള്ളറ്റിനെ വിളിച്ച് അപ്പൂപ്പനെ വിളിച്ച് ബുള്ളറ്റ് എവിടെയെന്ന് ചോദിക്കും. ബുള്ളറ്റ് എവിടെ? അവർ വീട് മാറിപ്പോയില്ലേ പൊന്നാ. ഇത് കണ്ടില്ലേ, ഇതാണ് പരിപാടി. കണ്ടോ പാവം, എന്തൊക്കെ സംസാരിക്കണുണ്ട് കേട്ടോ പാവം. വിളിച്ചോ? വർത്താനം പറഞ്ഞോ മോനോട്? കൊത്ത പോലിച്ചോ? അത് കൊത്ത പോലിച്ചിത്തോ? മുന്നീന്ന് വിളിച്ച് വർത്താനം പറഞ്ഞു. അപ്പൂപ്പൻ വർത്താനം പറഞ്ഞോ പൊന്നിനോട്? ഗുഡ് ബോയ് എന്ന് പറഞ്ഞോ? ഗുഡ് ബോയ് എന്ന് പറഞ്ഞോ? ഇഷ്ടപ്പെട്ട? അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട? ചെന്ന് നോക്കിയപ്പോൾ അവിടെ പറ ഹായ് എന്ന് പറഞ്ഞിട്ട് വന്നേ. ഹായ് എന്ന് പറഞ്ഞിട്ട് വന്നേ ഹായ് എന്ന് പറഞ്ഞ് അപ്പൂപ്പനോട് ഹായ് എന്ന് പറഞ്ഞ് എൻ്റെ മോനെ ഒരു വെൽക്കം കൊടുക്ക്. ഇന്ന് ഓടി വന്ന വരവ് കണ്ടോ ബുള്ളറ്റിൻ്റെ അവിടെ കാണാൻ. പതിയില്ലാത്ത ഒരു ഓർമ്മ വന്നു. ബുള്ളറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ അധികം നോക്കാറില്ലായിരുന്നു കേട്ടോ. ഓടി വന്നത് കണ്ടോ. അയാൾ ചോദിച്ചു കേട്ടോ, മുന്നീന്ന് വിളിച്ച് ചോദിച്ചു. ബുള്ളറ്റ് ഇല്ലേ പൊന്നോ അവിടെ? ബുള്ളറ്റ് എവിടെയൊക്കെ പോയി. ബുള്ളറ്റിനെ കാണാനില്ല. അവളെ പുതിയ ഫ്ലാറ്റിൽ കാണാനില്ല. അവളെ എങ്ങോട്ടോ ഇറങ്ങി ഓടിപ്പോയി. അവിടെ കിടക്കുന്ന, അവിടെ ഇച്ചിരി തണുപ്പുണ്ട് കിടക്കുന്ന. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് വരുന്നവരെയും കിടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നോളും കേട്ടോ. അവിടെ തണുപ്പ് കിട്ടിയപ്പോൾ അവിടെ കിടക്കുന്നോ? പോവാ നോക്കാം. ഇനി ഭയങ്കര ചൂടാണ് പൊന്നാ. 9 മണിയായി കഴിഞ്ഞാൽ നിൽക്കണ്ട കേട്ടോ ഇവിടെ. പോവാ. തുറക്ക്, ആയാലും ഉറക്ക്. ചേട്ടൻ്റെ റൂമിൽ പോ. മോളിൽ നിന്ന് വന്നപ്പോൾ ചൂട്. എന്നാ പോക്കോ, ചേച്ചിയുടെ റൂമിൽ പോയി കിടന്നോ. തണുപ്പത്ത് കിടന്നോട്ടെ. വരാം. നോക്കണോ കേട്ടോ, അച്ഛൻ വാഷ് ബേസിന് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഈ നോക്കുന്നത്. ഒരു പുറത്തേക്ക് ഇറങ്ങി വരാനും മടി. ചൂട്, ഭയങ്കര ചൂട് കേട്ടോ രാവിലെ വിട്ടേ. ഒന്ന് അനങ്ങി നടക്കണോ. അവിടെ ഒന്ന് ഉള്ളിഞ്ഞ് നോക്കണം വാതിലും തുറന്നിട്ട്. തണുപ്പത്ത് ഇന്ന് തണുത്ത റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരാനും മടി. ഇന്ന് കയറിയൊന്നും നിന്നില്ല കേട്ടോ. ശരി പൊക്കോ, റൂമിലേക്ക് പൊക്കോ. അച്ഛൻ പോകുമ്പോൾ വിളിക്കാം. വന്നോ? ഡാഡി അവനെ വിളിക്കാൻ പോകുന്നതാട്ടോ. ഒരുത്തൻ പതുക്കെ ഇറങ്ങി വരുന്നു ഡാഡിയെ കൊണ്ടാക്കാനായിട്ടോ. ഡാഡി പാൻറ് ഷർട്ട് ഇട്ട് കണ്ടു. ഇത്രയും നേരം തണുത്ത ചൂട് കൊണ്ടിട്ട് എണീക്കാൻ വയ്യ. അവന് പുറത്തേക്ക് വന്ന് ഡാഡിയെ വിടണം. എന്നാൽ തണുപ്പത്തുനിന്ന് വരാനും പറ്റത്തില്ല. അത്ര പെരും ചൂട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അച്ഛനെ കൊണ്ടാക്കാൻ ഭയങ്കര. മൊബൈൽ എടുത്താ? എവിടെ? ശരി, ടാറ്റ വരാം. പുറത്തേക്ക് പോയില്ലെങ്കിൽ ടാറ്റ പറഞ്ഞേക്ക്. പുറത്തേക്ക് ചൂടത്ത് പോകണമെന്നില്ല. പോണോ? എന്നാൽ ശരി, പോയിട്ട് വാ. മുന്നിലേക്ക് ഇറങ്ങിയാ? ഇനി നിനക്ക് ആ വിഷമം വേണ്ട. അച്ഛനെ കൊണ്ടാക്കിയിട്ട് വാ. അച്ഛനെ കൊണ്ടാക്കാൻ വരുന്നതാണ് കേട്ടോ. പതുക്കെ തണുപ്പത്തുനിന്ന് അവൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാനും മടി. എന്നാൽ അച്ഛനെ കൊണ്ടാക്കുകയും വേണം. അത് ഇമ്പോർട്ടൻ്റ്. നോക്കുന്നു തിരിഞ്ഞ്, ദേ വരുന്നുണ്ടോ അച്ഛൻ എന്ന് തിരിഞ്ഞ് നോക്കുന്നതായി കാണുന്നത് കേട്ടോ. നീ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ലേ പിന്നെ ഇന്ന് മൂഡൗട്ടായിരിക്കും അവന്. മൂഡൗട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചൂടത്ത് കൊണ്ടുവരുന്നത്. വെരിയും ചൂട് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന വെയിലൊന്നും അല്ല, ഭയങ്കര ചൂട്. കേട്ട പറഞ്ഞേക്ക്. അങ്ങനെ ആ തലയിൽ വിട്ട് കുറച്ചു നേരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവന് വിഷമമാണ് കേട്ടോ. പേടിപ്പിക്കുന്ന കണ്ടോ, ഓടിക്കൂടെ പോകുന്നവർ പേടിപ്പിക്കുന്നവന് സ്നേഹമാണ് കേട്ടോ. പക്ഷെ അവൻ്റെ ഹസ്കി വോയിസ് കേട്ടാൽ അവന് പേടിച്ചു പോകും. കണ്ടോ? എല്ലാവരോടും സ്നേഹമാണ്, പക്ഷെ അവൻ്റെ വോയിസ് കേട്ടാൽ എല്ലാവരും പേടിച്ചു പോകും. ചാറ്റ പറഞ്ഞേക്ക്. തീർന്നു. ഇത്രയുള്ള അവന് സമാധാനം. അതിൽ പിന്നെ ഇന്നത്തെ ദിവസം മൂഡൗട്ടായിരിക്കും. വരട്ടെ, ഗ്രില്ല് പൂട്ടിയിട്ട് വരട്ടെ. നിൽക്ക്. നമ്മളെപ്പോഴും ഗ്രില്ല് പൂട്ടിയിരിക്കുന്ന ആൾക്കാരാട്ടോ. കാരണം നമ്മൾ മുകളിൽ ഇരുന്നിരുന്നാലും പറയാൻ പറ്റൂല. അങ്ങനെ കൊണ്ടൊക്കെ വന്നിട്ട് ദേ ഇവിടെ കട്ടിൽ കയറി പിന്നെയും ഭയങ്കര ചൂട് കേട്ടോ. നമുക്ക് നമ്മൾ ചാകുന്നു. ഈ മാസം ഇങ്ങനെ, അടുത്ത മാസം, ഈ 2 മാസം ഇങ്ങനെ ചൂടെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി ഇവിടെ കൂടുതലാണ് കേട്ടോ. വിയർത്ത് ടക്ക് വിയർത്ത് ആകെ ഇറിറ്റേഷനായിരിക്കേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫഹദ്ദാറിലെ സംഭവങ്ങളൊക്കെ എല്ലാവരും ന്യൂസിലൊക്കെ വായിച്ചിരിക്കല്ലേ. ഇപ്പോൾ നമുക്ക് കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്നൊക്കെ വന്നത് അല്ലേ. അതിൽ ഒരുപാട് വേദനയുണ്ട്. കാരണം ഞാനും കൽക്കട്ടയിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ കൽക്കട്ടയിലും ആരൊക്കെ അതുപോലെ മരിച്ചു എന്ന് അറിയപ്പെടുന്നു. പിന്നെ
സാധാരണക്കാരോട് കാണിച്ച ഒരു ഇതല്ലേ. അപ്പോൾ അതിലൊരുപാട് ദുഃഖമുണ്ട്. അപ്പോൾ ഇത്രയും സുരക്ഷാ സേനയുള്ള അടുത്തൊക്കെ എങ്ങനെ ഇത് എത്തിപ്പെട്ടു എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ എന്താ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാലേ ഞാൻ ട്രാവലിംഗ് ബ്ലോഗാണ് ആദ്യം ഇത് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. കാരണം നമ്മൾ കൽക്കട്ടയിലെ ബംഗ്ലാദേശ് ബോർഡർ ഉണ്ടല്ലോ, ബംഗ്ലാദേശ് ബോർഡർ എടുക്കാൻ വേണ്ടി ഞാൻ 2-3 പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. 2 പ്രാവശ്യം. ഒരു പ്രാവശ്യം വീഡിയോ വാല ചെക്കനും ഞാനും എൻ്റെ മോനും കൂടെ ട്രെയിനിൽ ഇവിടുന്ന് ബൊൻഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് ബോൺഗോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, അതായത് നമ്മുടെ 24 പർഗാനയാണ് കേട്ടോ, വെസ്റ്റ് ബംഗാൾ. അത് 24 പർഗാനയിൽ ബോൺഗാൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് ഞാൻ എത്ര ദൂരം ട്രെയിനിലിരുന്ന് പോയെന്നറിയാമോ. അതായത് നമ്മുടെ പെട്രോപോൾ ബിനാപോൾ ഇതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നിട്ട് എന്നെ കടത്തി വിട്ടിയില്ല. ഞങ്ങൾ 2 പ്രാവശ്യം പോയി കേട്ടോ. ഒരു പ്രാവശ്യം പോയി തിരിച്ചു വന്നു ഇത്രയും ദൂരെ, തിരിച്ച് പിന്നെയും പോയി. ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. ഭയങ്കര സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. അപ്പോൾ പെട്രോപോളും ബിനാപോളിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണെന്നുള്ളത്. പെട്രോപോൾ ഇന്ത്യൻ സൈഡും പിന്നെ ബിനാപോൾ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോപോളിൻ്റെയും അതായത് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ബിറ്റ്വീനായിട്ട് വരുന്നതാണ് ബിനോപോൾ. ആ ഒരു ചെക്ക് പോയിൻ്റ് വരുന്നതാണ് ബിനോപോൾ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയി. ആദ്യമൊക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമായിരുന്നു കേട്ടോ. അതുപോലെ സമ്മതിച്ചില്ല. പിന്നെ അതിൻ്റെ അവിടെ ബാരക്കേഡ് വെച്ചിട്ട് മുഴുവനും വെച്ചിട്ട് നമ്മളെ കടത്തി പോലും ആ പ്രദേശത്ത് വിടുന്നില്ല. അത്ര സെക്യൂരിറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്ന സമയം, അതായത് രണ്ട് കൊല്ലത്തിന് മുമ്പ് ആദ്യം ഒരിക്കൽ പോയി, തിരിച്ചു വന്നു, പിന്നെയും പോയി. അപ്പോൾ പിന്നെയും ഇത് തന്നെയാണ്, കടത്തി വിടുന്നില്ല. പിന്നെ ഞാൻ ഫ്ലാഗ് അവിടെ നിന്ന് മിലിറ്ററി ആൾക്കാരോട് തന്നെ ഞാൻ ചോദിച്ചു, എനിക്ക് ആ ഫ്ലാഗ് റൈസ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ കാണിക്കാൻ സമ്മതിച്ചില്ല. നമ്മൾ ഫ്ലാഗ് റൈസ് ആണല്ലോ അവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്, അതുപോലെ കാണിക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അത്ര സെക്യൂരിറ്റിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കോർഡിനേഷൻ അതായിട്ടുള്ള ചർച്ചയൊക്കെ ചെയ്യപ്പെടാറുണ്ടല്ലോ. ഇടക്കിടക്കൊക്കെ കൽക്കട്ടയിൽ കോർഡിനേഷൻ ചർച്ചയൊക്കെ നടക്കാറുണ്ട്. അതായത് അതിർത്തി തർക്കങ്ങൾ, കുറ്റകൃത്യം, കുറേ BSFൻ്റെ ഇത് അങ്ങനെ ബോർഡർ കോർഡിനേഷനൊക്കെ ചർച്ച ഇടക്കിടക്കൊക്കെ കൽക്കട്ടയിലൊക്കെ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം ഞാൻ ട്രാവലിങ്ങിൻ്റെ ഇതിന് പോയിട്ട് ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയുന്നതാണ്, ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പാഴ്ദാറിലായാലും നല്ല സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളാണ് അല്ലേ. ഇവിടെയും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർമിക്കാർക്ക് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. കാരണം ഈ അവരൊക്കെ നേരം വെളുക്ക് അവർക്ക് കണ്ണുപോലും മാഞ്ഞിങ്ങനെ പോവാതെ അവർ സെക്യൂരിറ്റി നമുക്ക് നമ്മുടെ രാജ്യങ്ങളെയും നമ്മുടെ ആൾക്കാരെയൊക്കെ രക്ഷിക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കര ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അതൊക്കെ ഇപ്പം ഞാൻ ബംഗ്ലാദേശ് ബോർഡർ എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്രോപോൾ അത് ബിനാപോളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ഞാൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടു ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബോൺഗോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നോർത്ത് ഫർഗാനയിലാണ് നോർത്ത് ഫർഗാന സ്ട്രീറ്റിൽ ബോൺഗോൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പോയത്. ഇവിടുന്ന് ട്രെയിനിൽ പോകാം ട്രാവലിങ്. അങ്ങനെ ഞങ്ങൾ ലോക്കൽ ട്രെയിൻ പിടിച്ച് പോയിട്ട് പോലും ഇത്ര സെക്യൂരിറ്റി 2 ദിവസം കഴിഞ്ഞ് പോയിട്ട് 2 ദിവസം ഞാൻ ഇതിന് വേണ്ടി മെനക്കെട്ട് മോൻ അവധിയെടുത്ത് വീഡിയോക്കാരൻ ചെക്കനും അവൻ്റെ ഓഫീസ് പോലും വിട്ടിട്ട് വന്ന് എൻ്റെ കൂടെ വന്നിട്ട് ഇത് എടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ പറയുന്നത്. അത്ര സെക്യൂർ ട്രാവലിംഗ് വ്ളോഗിൻ്റെ ആ ഒരു ഇതെനിക്ക് എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ എനിക്ക് പിന്നെ അവിടെ പോയി എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പോയിരുന്നവന് ഭയങ്കര സെക്യൂരിറ്റിയാണ്, നമ്മൾ അകത്തേക്ക് കടത്തി വരുന്നില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കാൻ പറ്റുമായിരുന്നു, ഇപ്പം ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ആശ ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മുടെ പാഴ്ദാറിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒത്തിരി സങ്കടങ്ങളുണ്ട് അല്ലേ. നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഇനി ഈ സമയത്തൊന്നും ആരും അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇപ്പം മോനിങ്ങനെ കിടക്കുന്നു. ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് പതിവില്ലാതെ അവൻ ബുള്ളറ്റിൻ്റെ ആയിട്ട് ചിന്ത വന്നു തോന്നുന്നു. ബുള്ളറ്റിൻ്റെ അവിടെ ചെന്ന് നോക്കി, അപ്പോൾ അച്ഛനെ കൊണ്ടുവന്നാക്കി. ഇത്രയൊക്കെ ഉള്ളൂ. ഈ ചൂടത്തെ എവിടെ പോയി വീഡിയോ എടുക്കാനോ? പകലൊന്നും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ താഴത്തെ ഫ്ലാറ്റ് മുകളിലത്തെ ഫ്ലാറ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഭൂമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുകളിൽ പോകുമ്പോൾ ടെറസും താഴെ പോകുമ്പം ഭൂമിയും എന്ന് പറഞ്ഞാൽ വലിയ പറമ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ചൂട് കൊണ്ടിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചൂട് കൂടുതലാണ് കേട്ടോ. ഇവരൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കിടപ്പ് കണ്ടോ, പാവം കേട്ടോ. അപ്പോൾ അച്ഛനെ കൊണ്ടുപോയിട്ട് ചേട്ടൻ്റെ കൂടെയാണ് കിടന്നത്. അപ്പോൾ ഇന്ന് ചേച്ചി വരും. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിക്കും, ചേച്ചിയുടെ കൂടെ കിടക്കും. ഫുഡ് കൊടുക്കണം. രാവിലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. ഗ്യാസിൻ്റെ ഗുളികയൊക്കെ കൊടുത്തു. ഗ്യാസിൻ്റെ ഗുളിക ഇപ്പോൾ ഈ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഗ്യാസിൻ്റെ ഗുളിക കൊടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ ഇതൊക്കെ കളിക്കാൻ വേണ്ടി വന്ന് ഞാൻ ഇതൊക്കെ ഇന്നലെ കഴുകി കേട്ടോ. സോപ്പ് പൊടിയിലിട്ടൊക്കെ കഴുകി അവന് ഞാൻ കൊടുത്തതാണ്. കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഞാനൊരു ബാഗിലാക്കി വെച്ചിരിക്കണം. എല്ലാം കൂടെ വാരി വലിച്ചിടണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടോ. അപ്പോൾ കുഞ്ഞ് കിടക്കുന്നത് കണ്ടോ, പാവം കിടക്കട്ടെ. അപ്പോൾ ഇനി അവൻ്റെ ഫുഡൊക്കെ തയ്യാറാക്കട്ടെ. അപ്പോൾ നാളെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. എന്നും നമ്മൾ കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നിങ്ങനെ ആയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അച്ഛനെയൊക്കെ കൊണ്ടൊന്ന് വിട്ടില്ലെങ്കിൽ അവന് ഭയങ്കര വിഷമം കേട്ടോ. അന്നത്തെ ദിവസം മൂഡ് ഔട്ടായിരിക്കും. ഇന്നും ചേച്ചി വൈകുന്നേരം എത്തും. അപ്പോൾ അത് കാരണം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക കേട്ടോ. നല്ലതായിട്ടിരിക്കുക, നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.